അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അവർ രണ്ടുപേരും തമ്മിലുള്ള തർക്കത്തിൽ നിന്ന് തുടങ്ങാം. വീണ്ടും ഈ നിർത്തി എന്ന് പറഞ്ഞ യുദ്ധം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. രണ്ടുപേരും ഇങ്ങനെ തുടങ്ങി മുന്നോട്ട് പോകാനുള്ള കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ആരാണ് വിജയി, അതാണ് പ്രശ്നം. പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ നമ്മൾ വാസ്തവത്തിൽ എന്താണ് ചെയ്തത് നമുക്ക് നല്ല ബോധ്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മളും ഉണ്ടായിരിക്കും. പക്ഷേ അഫ്ഗാനിസ്ഥാൻ അങ്ങനെയല്ല. അഫ്ഗാനിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ സെയിം മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നീയാണോ വിജയി ഞാനാണോ വിജയി എന്നുള്ള രീതിയിലുള്ള തർക്കം. പാകിസ്ഥാൻ ആണെങ്കിൽ തോറ്റ് തുന്നം പാടിയിട്ടും ഞങ്ങൾ വിജയിച്ചു, അഫ്ഗാനിസ്ഥാനിലുള്ള 200 പേരെ ഞങ്ങൾ വധിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, ഫേക്ക് ആയിട്ടുള്ള നെറേറ്റീവുകൾ പല സ്ഥലങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ രാത്രി അഫ്ഗാനിസ്ഥാൻ ശരിക്കും പാകിസ്ഥാൻ്റെ ബോർഡറിൽ, ഞാൻ കാണിക്കുന്ന ഒരു മാപ്പ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ മാപ്പിൽ ഈ ഹോൺ പോലെ ഇരിക്കുന്ന ഒരു സ്ഥലം, ആ ഹോൺ പോലെ ഇരിക്കുന്ന സ്ഥലം ഓൾറെഡി തന്നെ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയ വലിയ സ്ഥലങ്ങളൊക്കെ അഫ്ഗാനിസ്ഥാൻ നിസ്സാരത്തിൽ വന്നങ്ങ് പിടിച്ചെടുക്കുകയാണ് ഒറ്റ രാത്രി കൊണ്ട്. അപ്പോൾ അതായത് പാകിസ്ഥാൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. നേരെ മറിച്ച് കുറച്ച് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ക്വറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബലൂചിസ്ഥാന്റെ മേഖലയിൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതേപോലെ തുടരെ ഈ ദുരന്തം ലൈൻ ഇരിക്കുന്ന ഈ ഒരു ഡുറാൻഡ് ലൈനിൽ, ഡുറാൻഡ് ലൈനിൽ തുടരെ വീണ്ടും ആക്രമണങ്ങൾ, പാകിസ്ഥാന്റെ കുറേ സ്ഥലങ്ങൾ ഇവർ പിടിച്ചെടുത്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനികൾ. അതിൽ സ്പിൻ ബോൾഡാക്ക്, അതേപോലെ തന്നെ കന്ദഹാർ. ഈ കന്ദഹാറിൻ്റെ അടുത്ത് പഞ്ചാബ് പ്രൊവിൻസിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, പാകിസ്ഥാൻ്റെ ചെക്ക് പോസ്റ്റ്, എൻട്രി ചെക്ക് പോസ്റ്റ്. ആ ചെക്ക് പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി ആ ചെക്ക് പോസ്റ്റിലുള്ളവരെയൊക്കെ വധിച്ച് അവിടുന്ന് കുറേ പേരെയൊക്കെ ബന്ദികളായിട്ട് പിടിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ അഫ്ഗാനിസ്ഥാൻ്റെ ആർമി അഥവാ ഈ താലിബാനികൾ അകത്ത് കയറി പാകിസ്ഥാൻ്റെ ഉള്ളിൽ കടന്നു കയറി പാകിസ്ഥാൻ്റെ ടാങ്കുകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ആയുധങ്ങൾ, ശരിക്കും പറഞ്ഞാൽ അവരുടെ ആയുധങ്ങളൊക്കെ പിടിച്ചെടുക്കുകയാണ്. ഇതിന് കാരണമായത് സ്പിൻ ബ്ലോക്ക് എന്ന് പറഞ്ഞ ആ ഒരു പ്രദേശത്ത്, ഞാൻ മാപ്പിൽ കാണിക്കുന്ന ഈ ഒരു സൈഡിൽ അഫ്ഗാനിസ്ഥാൻ്റെ സിവിലിയൻസിനെ ആക്രമിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ. അവിടെ അവർ എയർ സ്ട്രൈക്കാണ് നടത്തുന്നത്. കാരണം പാകിസ്ഥാൻ എയർ സ്ട്രൈക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ അഫ്ഗാനിസ്ഥാൻ എയർ സ്ട്രൈക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. പക്ഷേ അവർ ഗ്രൗണ്ട് ഫോഴ്സ് വളരെയധികം ശക്തമാണ്. അതിലുപരിയായിട്ട് അഫ്ഗാനിസ്ഥാൻ്റെ പ്രോക്സികൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ വളരെ ശക്തമാണ്. അതായത് നമ്മൾ എത്ര തന്നെ എയർ സ്ട്രൈക്ക് പോയി നടത്തിയാൽ തന്നെയും ഇവിടെ ഉള്ളിൽ ഒരു കൂട്ടരിരുന്നുകൊണ്ട്, പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഒരു കൂട്ടരിരുന്നുകൊണ്ട് സ്വന്തം രാജ്യത്തിനെതിരെ തന്നെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു നാഷണൽ ആർമിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്. അവർ ഉള്ളിലുള്ള പ്രശ്നം പരിഹരിക്കുമോ അല്ലെങ്കിൽ പുറത്തുപോയി ആക്രമണം നടത്തും. അതാണ് ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി. കാരണം ഈ TLP എന്ന് പറഞ്ഞ പാർട്ടി ഇവിടെ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് തുടരെ. ഈ ആക്രമണം, അതായത് ഒരു എയർ സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിച്ച് തുടങ്ങിയത് രാവിലെ 3 മണിക്കാണ്. രാവിലെ 3 മണിക്ക് ചെക്ക് പോസ്റ്റുകൾ ബോംബിട്ട് പൊട്ടിക്കുന്നു. ഈ ബോംബ് എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ കളറിലുള്ള പ്ലാസ്റ്റിക് ക്യാൻ, നമ്മൾ എണ്ണ ഗ്രീസൊക്കെ മേടിക്കുന്ന പോലെയുള്ള പ്ലാസ്റ്റിക് ക്യാൻ, 5 ലിറ്റർ 6 ലിറ്റർ 8 ലിറ്റർ ക്യാൻ. ഈ ക്യാനിൽ ഇവർ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ബോംബ് ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ്. അത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ എഴുതിയിട്ടുണ്ട്, ഞാനത് പറയുന്നില്ല ഇവിടെ. അപ്പോൾ ഇവർ ഇതെടുത്തിട്ട് ഈ ക്യാൻ അങ്ങ് കത്തിച്ചിട്ട് അങ്ങ് എറിയാണ്. ഇവരെവിടെയാണോ പോകേണ്ടത് അവിടെ എറിയാണ്. അവിടെ എറിഞ്ഞ് അവിടെ പൊട്ടുന്ന സമയത്ത് ഇവരങ്ങ് ആ ഒരു ഇൻഫിൽട്രേഷൻ റൂട്ട് തയ്യാറാക്കിക്കൊണ്ട് അതിലൂടെ അങ്ങ് നുഴഞ്ഞു കയറുകയാണ് അകത്തോട്ട്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ ചെക്ക് പോസ്റ്റുകളുണ്ട് ആ ചെക്ക് പോസ്റ്റിലേക്ക് 5ഉം 10ഉം 20ഉം ക്യാനുകൾ, ഈ ക്യാനുകൾ കൊണ്ടങ്ങ് എറിയാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ ക്യാൻ അവിടെ കണ്ടാൽ മനസ്സിലാവും. ഇതുപോലത്തെ ക്യാനുകളിൽ ഇവർ സ്വന്തമായിട്ട് തന്നെ നിർമ്മിക്കുകയാണിത്. അപ്പോൾ ഇവരെല്ലാം സെൽഫ് മെയ്ഡാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവർക്ക് സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ് വേണമെന്നൊന്നുമില്ല. ഇവർ തന്നെ നിർമ്മിച്ച് അങ്ങ് ഇട്ടിട്ട് അങ്ങ് കയറി പോവാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അഫ്ഗാനിസ്ഥാൻ്റെ 313 ബ്രിഗേഡിനെ എയിം ചെയ്തുകൊണ്ടാണ് സ്പിൻ ബോൾഡാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പാകിസ്ഥാൻ എയർ സ്ട്രൈക്ക് നടത്തിയത്. പക്ഷേ നടത്തിയ സമയത്ത് അവിടെ സിവിലിയൻസ് ആണ് കൊല്ലപ്പെട്ടതെന്നാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. അതേപോലെ ഈ 313 ബ്രിഗേഡ് വീണ്ടും പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് ഇരച്ച് കയറി വരികയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് വന്നതിന് ശേഷം പാകിസ്ഥാൻ്റെ ഉള്ളിലേക്കുള്ള ആയുധങ്ങളും ടാങ്കുകളെല്ലാം അവർ പിടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് പാകിസ്ഥാൻ പട്ടാളക്കാരെ അവർ ബന്ദികളാക്കി വീണ്ടും പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. പിന്നെ ഈ അഫ്ഗാനിസ്ഥാനികൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവർ അപ്പോഴപ്പോഴും സെൽഫി എടുത്ത് അതെല്ലാം തന്നെ പബ്ലിഷ് ചെയ്യാണ്. അതായത് പാകിസ്ഥാനേക്കാളും ഒരുപടി മുകളിലാണ് ഇവർ സെൽഫി എടുത്ത് പബ്ലിഷ് ചെയ്യുന്നത്. അതായത് 5 പേരെ വധിക്കുകയാണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ സെൽഫി എടുത്തിട്ടാണ് വധിക്കുന്നത്. നോക്കൂ, ഞാനിത് 5 പേരെ തട്ടിക്കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അപ്പോൾ പാകിസ്ഥാൻ ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് പാകിസ്ഥാൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 9-ാം തീയതി മുതൽ ഇന്ന് വരെ 15-ാം തീയതി വരെ 3G 4G കണക്ഷൻസ് എല്ലാം കട്ടാക്കിയിരിക്കുകയാണ്. ഇന്റർനെറ്റ് എല്ലാം വളരെ പരിമിതമാണ്. അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ ഓൾറെഡി തന്നെ ഇന്റർനെറ്റ് അവർ സ്ത്രീകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിലുള്ള സാഹചര്യം. പക്ഷേ എന്തായാലും പരമാവധി ആണുങ്ങളുടെ കയ്യിലെല്ലാം ഇന്റർനെറ്റ് ഉണ്ട്. അവർ ഇതെല്ലാം തന്നെ പബ്ലിഷ് ചെയ്യുകയാണിത്. സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാനെ അങ്ങ് നാട്ടിച്ച് നാണം കെടുത്താണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ C-130 എന്ന് പറഞ്ഞ വിമാനങ്ങളെയൊക്കെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈറ്റർ ജെറ്റുകൾ എടുത്തുകൊണ്ട് പോയിട്ട് തുരിതര ആക്രമണങ്ങൾ നടത്താനും ഈ കാബൂൾ എന്ന് പറഞ്ഞ സ്ഥലത്തിനെ എപ്പോഴും ഒരു അൺസർട്ടനിറ്റിയിലോട്ട് കൊണ്ടുപോകാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഇതിന് പുറകിൽ അമേരിക്കയുടെ കളി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇടപെടും. കാരണം ഇപ്പോൾ നിലവിൽ അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. അപ്പോൾ അവർ ഒന്നെങ്കിലും മിഡിൽ ഈസ്റ്റിലുള്ള ഏതെങ്കിലും രാജ്യങ്ങൾ ത്രൂ, സൗദി ത്രൂ അല്ലെങ്കിൽ ഖത്തർ ത്രൂ, ഏതെങ്കിലും രാജ്യങ്ങൾ ത്രൂ ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ അവർക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അമേരിക്ക ഡയറക്റ്റായിട്ട് ഇടപെടുന്നതിനേക്കാളും ഇൻഡയറക്റ്റ് ആയിട്ട് ഇടപെടാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ യുദ്ധത്തിലേക്ക്. കാരണം ഇങ്ങനെ യുദ്ധം അവസാനിപ്പിച്ച് ഒരു പീസിൻ്റെ
പ്രസിഡന്റായിട്ട് നിലനിൽക്കുന്ന ട്രംപ്, ഇസ്ലാമിക രാജ്യങ്ങളെ രക്ഷിക്കാൻ വന്ന രക്ഷകനായിട്ട് അവതാരമെടുത്ത് വന്നിരിക്കുന്ന ട്രംപ് ഒരിക്കലും ഇനി ഇങ്ങനെ വെപ്പൺ സപ്ലൈ ഡയറക്റ്റ് ആയിട്ട് നടത്തിക്കൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് തോന്നുന്നില്ല. അതിന് പകരം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. വെപ്പൺ സപ്ലൈ ഒക്കെ ചെയ്യുമായിരിക്കും. യുദ്ധത്തിലേക്ക് നേരിട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റുള്ള പ്രോക്സി രാജ്യങ്ങളെ വെച്ചിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ബഗ്രാം ബേസ്, അഫ്ഗാനിസ്ഥാനിലുള്ള മിനറൽ റിച്ച് ആയിട്ടുള്ള ആ ഒരു എൻവയറമെന്റ്, ഇതെല്ലാം അമേരിക്ക ലക്ഷ്യമിടുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ സ്ഥിതി. എന്നാലും ഇതൊക്കെ തന്നെയാണ് സാഹചര്യങ്ങൾ. ഹമാസിന് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്തിരുന്നു, പ്രയത്നിച്ചിരുന്നു എന്നൊക്കെ ട്രംപ് ഭയങ്കരമായിട്ട് പാകിസ്ഥാനെ പൊക്കി അടിച്ചായിരുന്നു ഈജിപ്തിൽ വെച്ചിട്ട്. അപ്പോൾ അതിനെ തുടർന്ന് പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് അപ്പോൾ ഈ പാകിസ്ഥാനിയായിട്ടുള്ള നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ അഥവാ ഹമാസിനെ തഴയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് അവിടെ കാര്യങ്ങളൊക്കെ ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പം അവിടുത്തെ മത നേതാക്കളെല്ലാം തന്നെ ഈ ഒരു വിഷയത്തിനെ കണ്ടിരിക്കുന്നത്. അതായത് ഹമാസിനെതിരെ പ്രവർത്തിച്ചു പാകിസ്ഥാൻ. അവരുടെ നിലപാടെന്ന് പറഞ്ഞാൽ നീ സഹായിച്ചില്ലെങ്കിൽ വേണ്ടില്ല, നീ ഉപദ്രവിക്കാതിരുന്നാൽ മതിയല്ലോ, ഹമാസ് നമ്മളുടെ സഹോദരങ്ങളല്ലേ. അതായത് യഹൂദനെതിരെ പൊരുതേണ്ട ആൾക്കാരാണ് നമ്മൾ, അങ്ങനെയാണ് നമ്മുടെ ഫണ്ടമെന്റലിസം പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി, ഇതാണ് പാകിസ്ഥാൻ ഇപ്പോൾ കത്താനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. ഈ TLP പാർട്ടി പാലസ്തീൻ അനുകൂലികളായിട്ടുള്ള പാലസ്തീൻ ഫ്ലാഗ് ഒക്കെ പിടിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം പാകിസ്ഥാനുള്ളിൽ നടത്തുന്നത്. പിന്നെ ഇസ്രായേലിൻ്റെ ഉള്ളിലാണെങ്കിൽ ഹമാസ് ഗാസയിൽ നിന്നും കൊടുത്തയക്കുന്ന മൃതദേഹങ്ങളെല്ലാം തന്നെയും കൺഫേം ചെയ്യപ്പെടാത്ത രീതിയിലുള്ള മൃതദേഹങ്ങളാണ്. അത് ഇസ്രായേലികളുടെ തന്നെയാണോ എന്നുള്ള ഡൗട്ട്. ഈ കൊടുത്തയക്കുന്ന ബോഡികളിൽ പലതും ഹമാസിന്റെ, അതായത് ഗാസൻസിന്റെ ബോഡികൾ തന്നെയാണെന്നാണ് ഇപ്പം റിപ്പോർട്ടിൽ DNA ടെസ്റ്റിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ സൗദി അറേബ്യ ഇടപെടും. ഒരു പക്ഷേ സൗദി അറേബ്യയുടെ മധ്യസ്ഥതയിൽ ഇവർ രണ്ടുപേരും ചർച്ച നടത്തി ഇതിലേക്ക് ഒരു തീരുമാനം കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഒരു പക്ഷേ അമേരിക്കയുടെ സപ്പോർട്ട് ഇതിന് സൗദി അറേബ്യയ്ക്ക് കിട്ടിയേക്കാം. ഇതിനിടയ്ക്ക് ഇന്ത്യയിൽ ഒരു കോൺക്ലേവ്, UN പീസ് കീപ്പിംഗ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺക്ലേവ് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ ആഴ്ച. അപ്പോൾ അതിനെ തുടർന്ന് ഒരുപാട് അതായത് 10-32 രാജ്യങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ ഇന്ത്യ സന്ദർശിക്കും. അങ്ങനെ സന്ദർശിക്കുന്ന സമയത്ത് ബംഗ്ലാദേശിനും ക്ഷണം പോയിട്ടുണ്ട്. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ നിന്നും യൂനസ്, അതേപോലെ തന്നെ വക്കാറുസമാൻ ആർമിയുടെ ചീഫ്, പുള്ളിക്കാരൻ ഇന്ത്യയിലേക്ക് വരേണ്ടതാണ്. പക്ഷേ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ ഒരു 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ആർമിയിലും അതേപോലെ പൊളിറ്റിക്സിലും ബന്ധമുള്ള ഒരു 8 പേര്, യുണീക്കായിട്ടുള്ള ഒരു 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും യൂനസ്, ബംഗ്ലാദേശിൻ്റെ ചീഫ് അഡ്വൈസർ, പല ഫോറിൻ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം ഇനി എങ്ങാനും പുറത്തു പോയി കഴിഞ്ഞാൽ അകത്ത് വരാൻ പറ്റാത്ത അവസ്ഥയാകുമോ എന്നുള്ള പേടിയിൽ പുറത്തു പോകുന്നില്ല. ഈ ഒരു കോൺക്ലേവിന് ഇങ്ങോട്ട് വരുന്നത് അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പറയുന്നത്. അതിന് ചിലപ്പോൾ 1-2 റെപ്രസെൻറ്റേറ്റീവ്സിനെ അയച്ചു വയ്ക്കാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ അവർ ഏത് സാഹചര്യത്തിലും UN പീസ് കീപ്പ് കോൺക്ലേവിൽ പങ്കെടുക്കുക എന്നുള്ളതിലുപരിയായിട്ട് ഇന്ത്യയുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ചർച്ച നടത്താൻ പറ്റുമോ എന്നുള്ള ഒരു ഓപ്ഷനാണ് അവർ നോക്കുന്നത്. കാരണം ആ രീതിയിൽ ദാരിദ്ര്യം അവിടെ പിടിമുറുക്കിയിട്ടുണ്ട് ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ. തുർക്കി ആണെങ്കിൽ ഒരു പ്രത്യേക ലോ പാസ്സാക്കിയിട്ടുണ്ട്. അതായത് ഇതെന്താണെന്ന് പറഞ്ഞാൽ തുർക്കിയുടെ ബൈലോ പ്രകാരം ഒരു അന്യരാജ്യത്തുള്ള ആൾക്കാർക്ക് അവിടെ പോയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു കച്ചവടം തുടങ്ങാനോ അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് ഏരിയകളുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനോ ഇതൊന്നും കഴിയില്ല. അപ്പം തയ്യബ് എർദോഗൻ ഇപ്പം ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് 4 രാജ്യങ്ങൾക്ക്, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, കസഖ്സ്ഥാൻ, അസർബൈജാൻ, ഈ 4 രാജ്യങ്ങൾക്കും തുർക്കിക്കുള്ളിൽ വന്ന് എന്ത് കച്ചവടവും ചെയ്യാം, ഏത് തരത്തിലുള്ള ബിസിനസ്സും ചെയ്യാം. പക്ഷേ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പണിയെടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇലക്ഷനിലും പങ്കെടുക്കാൻ പറ്റില്ല. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഒരു തുർക്കി പൗരനെ പോലെ തന്നെ അവിടെ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാകുമെന്നാണ് തയ്യബ് എർദോഗൻ പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, സാമ്പത്തിക പ്രതിസന്ധി അത് മറികടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കുകയാണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തുർക്കിക്കുള്ളിൽ അപ്പോൾ തുർക്കിയുടെ ഈ ഒരു തയ്യബ് എർദോഗൻ്റെ ഈ ഒരു ക്ഷണം ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയിൽ കുറച്ച് തീവ്രവാദ ചിന്താഗതിയുള്ള ആൾക്കാർ വളരെ കുറച്ച് കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഈ ഞാൻ പറഞ്ഞ തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ചൈന ടിബറ്റ് അതിർത്തി ഭാഗത്ത് ചൈന ഒരു റോക്കറ്റ് വിക്ഷേപണം നടത്തിയായിരുന്നു പരീക്ഷണ അടിസ്ഥാനത്തിൽ. തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വന്ന് പതിച്ചു. വലിയ തീഗോളങ്ങൾ അവിടെ ഉണ്ടായി. അതിൽ എൻവയറമെന്റലിനെ ദോഷകരമായി ബാധിക്കുന്ന ചില വാതകങ്ങളുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ചൈന ആ പ്രദേശത്തുള്ള ജനങ്ങളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇതും ഒരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതെടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ചൈനയുടെ എന്ത് പരാജയങ്ങൾ കിട്ടിയാലും ഈ രീതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടും, ചർച്ച ചെയ്യപ്പെടും, അതുപോലെ നാണം കെടുത്തപ്പെടും. അത് ഉറപ്പാണ്. കാരണം ചൈനയുടെ ഒരു ടാഗ് ലൈൻ അങ്ങനെയാണ്. പക്ഷെ എന്നാലും അവർ ഇതിനെല്ലാം മറികടന്ന് അവർ പല കാര്യങ്ങളും അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. തുർക്കിയിൽ നിന്നും ഉക്രൈനിലേക്ക് ഒരു കപ്പൽ പോകുന്ന സമയത്ത് ആ കപ്പൽ പകുതി വഴിക്ക് തന്നെ അത് കടലിൽ മുങ്ങി താഴ്ന്നു പോവാണ്. 12 ജോലിക്കാരുണ്ടായിരുന്നു ആ കപ്പലിൽ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുർക്കിയും ഉക്രൈനും കൂടി ചേർന്ന് ഒരുപോലെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് റഷ്യയാണ്. റഷ്യ ആണെങ്കിൽ ഇതിപ്പം ഒഫീഷ്യലി ഏറ്റെടുത്തിട്ടില്ല, ഡിക്ലെയർ ചെയ്തിട്ടില്ല ഞങ്ങളാണ് ചെയ്തത് എന്ന് വെച്ചിട്ട്. പക്ഷേ
റഷ്യയ്ക്ക് ഇതിനകത്ത് ഡൗട്ടുണ്ട്. തുർക്കിയിൽ നിന്നും ഉക്രൈനിലേക്ക് പോയ ഈ ഒരു കപ്പലിൽ ധാന്യങ്ങളാണെന്നാണ് തുർക്കി പറയുന്നത്. തുർക്കിയിൽ നിന്നും ഉക്രൈനിലേക്ക് പോയത് ആയുധങ്ങളാണ് എന്നാണ് റഷ്യയുടെ വാദം. പക്ഷെ ഇത് ആരടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു 99.99% ഇത് റഷ്യ അടിച്ച് മുക്കിക്കളയാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഉക്രൈൻ തന്നെ ഇനി ഡൗട്ട്ഫുള്ളി ഇത് വല്ല റഷ്യയുടെ വല്ല ആണെന്ന് പറഞ്ഞിട്ട് അടിച്ച് വീഴ്ത്തിയോ എന്നുള്ളത് അറിയില്ല. പക്ഷേ മെജോറിറ്റി, അതായത് ഒരു 99.99% റഷ്യ ഇതിനെ അടിച്ച് താഴ്ത്താനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. ഇതിലൂടെ ആയുധം കടത്തുന്നു എന്നുള്ള ഒരു നിഗമനത്തിൽ ഇതിനെ അടിച്ച് താഴ്ത്തിയതാണെന്നാണ് പറയുന്നത്. റഷ്യ കൺഫേം ആയിട്ടും പറയുന്നത് ഇതിൽ ആയുധങ്ങളാണ്, ധാന്യങ്ങളല്ല എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് റഷ്യ ചെയ്ത പണിയാണെന്നാണ്. റഷ്യയുടെ മേളിൽ തന്നെയാണ് ഇവരിപ്പോൾ ആരോപിക്കുന്നത്. മെക്സിക്കോയിൽ നിന്നും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ട് അമേരിക്കയുടെ ഉള്ളിൽ പണിയെടുക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ വിസ ട്രംപ് അങ്ങ് അടക്കി പിടിച്ച് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഇതിൽ മെക്സിക്കോയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ക്ലൗഡിയ ഉൾപ്പെടെയുള്ള അവരുടെ പാർട്ടിയിൽ തന്നെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ കുറേ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ശരിക്കും ഇപ്പോൾ മെക്സിക്കോയുടെ പ്രസിഡന്റ് വളരെയധികം ദേഷ്യത്തിലാണ്. കാര്യം ഈ രീതിയിൽ, അതായത് താരിഫുമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇവരുടെ വിസ ക്യാൻസലാക്കിയത് ട്രംപ് പറഞ്ഞിരിക്കുന്ന റീസൺ മരുന്ന് കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മറ്റേ മരുന്ന് കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർക്ക് ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ വിസകളൊക്കെ ക്യാൻസലാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ മിഡിൽ ഈസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, മിഡിൽ ഈസ്റ്റിൽ വെസ്റ്റ് ബാങ്ക് ഭാഗത്ത് അനക്സേഷൻ തകൃതിയായിട്ട് പൂർത്തിയാക്കുകയാണ് ഇസ്രായേൽ. തുടരെ കുറേ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 2000 പേരെ റിലീസ് ചെയ്തെങ്കിൽ അതിൽ ഏതാണ്ട് കുറേ ആൾക്കാരെയൊക്കെ ഇപ്പം മറ്റേ സൈഡിലൂടെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തുറന്നു വിട്ട ആൾക്കാരിലല്ല, അതിലുപരിയായിട്ട് വേറെ കുറച്ച് ആൾക്കാർ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഗാസയിലാണല്ലോ സമാധാനവും കാര്യങ്ങളൊക്കെ. പക്ഷേ വെസ്റ്റ് ബാങ്കിൽ എന്താണ് ഉള്ളത്? വെസ്റ്റ് ബാങ്കിൽ അവർ അനക്സേഷൻ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 3 മരുന്നുകൾ, ചുമ മരുന്നുകൾ പറയുന്നുണ്ട് മേടിച്ച് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്കും കൂടി ഒരു അവയർനെസ് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ 3 മരുന്നുകളുടെയും പേര് ഇവിടെ എടുത്ത് പറയുന്നത്. കോൾഡ് റിഫ്, അത് ഒരു മരുന്ന്. അതാണ് ഇന്ത്യയിൽ 22 കുഞ്ഞുങ്ങളുടെ ജീവനെടുത്ത മരുന്നാണ് ആ മരുന്ന്. തമിഴ്നാട്ടിൽ കാഞ്ചീപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീസൺ എന്ന് പറഞ്ഞ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്നാണ് ഈ മരുന്ന് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ആ കമ്പനി ഇപ്പോൾ അടച്ചുപൂട്ടി സീൽ വെച്ചിട്ടുണ്ട്. ആ കമ്പനിയുടെ ഓണറെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇന്ത്യക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഈ ശ്രീസൺ എന്ന് പറഞ്ഞ ആ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ചെയ്തു വെച്ചത്. ഈ ഡോക്ടേഴ്സിനൊക്കെ ഇവർ കിമ്പളങ്ങളൊക്കെ കൊടുത്തുകൊണ്ട്, അതായത് ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് വെച്ചിട്ട് ഡോക്ടേഴ്സിന് ഓഫർ ചെയ്യുമല്ലോ, സാർ ഞങ്ങൾക്ക് ഫ്രിഡ്ജ് ഇറക്കി തരാം, വാഷിംഗ് മെഷീൻ ഇറക്കി തരാം, ഈ മരുന്ന് സജസ്റ്റ് ചെയ്യണം, ഇങ്ങനെ കുറേ മാർക്കറ്റിംഗ് ഉണ്ട്. ഈ രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടാണ് ഈ മരുന്നുകളൊക്കെ ആൾക്കാർ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലുപരിയായിട്ട് ഇന്ത്യയിൽ നിന്നും ഇറങ്ങുന്ന 2 മരുന്നുകൾക്ക് കൂടി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. റെസ്പി ഫ്രഷ് എന്ന് പറഞ്ഞുള്ള ഒരു മരുന്ന്, റിലീഫ് മിസ്റ്റ് എന്ന് പറഞ്ഞുള്ളൊരു മരുന്ന്. നിങ്ങളും വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുക, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ സ്വന്തം പാരൻസ് തന്നെ ഈ ലിറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു ചെറിയ 5 ml ആ ഒരു ചെറിയ ലിറ്ററിൽ ഈ മരുന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക്. പക്ഷെ അവരറിയുന്നില്ല ഇത് വിഷമാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇത് മരുന്ന് കമ്പനികളൊക്കെ നടത്തുന്നവരും മാന്യമായിട്ട് നടത്തുക. ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയുടെ പേര് ചീത്തയായില്ലേ? ഇന്ത്യയുടെ പേര് മാർക്കറ്റ് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ഇന്ത്യ എത്രത്തോളം എഫക്റ്റീവായിട്ടുള്ള കുതിച്ചു ചാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരിക, അന്താരാഷ്ട്ര തലത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ഇന്ത്യയുടെ പേര് വരിക, അതും നെഗറ്റീവായിട്ട് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഈ രീതിയിൽ ഇന്ത്യയോട് ഒരു താല്പര്യങ്ങളും ഇല്ലാതെ ഈ രീതിയിൽ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ ചെയ്യാതിരിക്കുക. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അതായത് സൽപ്പേരുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല. പക്ഷേ മോശം പേരെന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അഫ്ഗാനിസ്ഥാനിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനും അതുപോലെ തന്നെ ഡാം നിർമ്മിക്കാനും വേണ്ടിയിട്ട് 236 ബില്യൺ ഇന്ത്യൻ ഗവൺമെൻറ് ബഡ്ജറ്റ് ഒതുക്കിയിരിക്കുകയാണ്. ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഫ്രീ ആണ് ഈ ഒരു ലോൺ കേട്ടോ. ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇന്ത്യക്ക് ഇതിനകത്ത് വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ എന്തായാലും ഇൻട്രസ്റ്റ് ഇല്ലാതെയുള്ള തിരിച്ചടവ് കിട്ടും. പൈസ കടമായിട്ടാണ് കൊടുക്കുന്നത്, അല്ലാതെ ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത്. ഇൻട്രസ്റ്റ് ഇല്ലെന്നേ ഉള്ളൂ. ഇന്ത്യ കൊടുക്കുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ കൃത്യമായിട്ട് എവിടെയാണോ ഇത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അവിടെ തന്നെയായിരിക്കും ഇത് മുടക്കുക. ഈ ഡാം പണിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് പോകുന്ന വെള്ളം തടയുക എന്നുള്ളതാണ്. അപ്പോൾ അത് അഫ്ഗാനിസ്ഥാനിന് കൊടുക്കുന്നു എന്നുള്ള പേരിൽ നമുക്ക് വേണ്ടി തന്നെ ഒരു കാര്യം തന്നെയാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്കും കൂടി ഗുണമുള്ളൊരു കാര്യമാണ് പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുക എന്നുള്ളത്. പിന്നെ ഇപ്പുറത്ത് ഞാനിവിടെ ഒരു മാപ്പ് കാണിക്കുന്നുണ്ട്. ഈ മാപ്പിൽ ഈ ഹോൺ പോലെ ഇരിക്കുന്ന സ്ഥലമില്ലേ, ഈ ഹോൺ പോലെ ഇരിക്കുന്ന സ്ഥലമാണ് ശരിക്കും അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ POK ഭാഗവും ഈ ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാൻ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയും ഈ രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുന്ന, അതേപോലെ ഇന്ത്യയുടെ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നാരോ പോയിന്റ് ഒരു സ്ഥലമുണ്ട്. അത് വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമുള്ള ഒരു ഏരിയ. ഈ ഏരിയയിൽ നിന്നും പാകിസ്ഥാൻ്റെ മെയിൻലാൻഡിലോട്ട് വളരെ ഡിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനെ വെച്ചിട്ട് ഈ ഭാഗത്ത് കയറി അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രോക്സികളെ വെച്ചിട്ട് ഈ ഭാഗത്തൊക്കെ ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ TTP ഒക്കെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്ത് നിൽക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പൈസ ഉപയോഗിച്ച് അഫ്ഗാനിസ്ഥാനെ കൃത്യമായിട്ട് ട്യൂൺ ചെയ്ത് ഈ പോർഷൻ അടിച്ചെടുത്ത് ഇവിടെയെങ്കിലും ഇവിടം തൊട്ട് അങ്ങോട്ട് മേപ്പോട്ട് അങ്ങ് പിടിക്കണം.
പിടിക്കണം. എന്നിട്ട് ബഫർ സോൺ ക്രിയേറ്റ് ചെയ്ത് ഈ POK ഭാഗത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഒഴിവാക്കണം. എന്നിട്ട് ഈ ഏരിയ അതായത് ഈ ഏരിയ ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖല എന്ന് പറയുന്ന ഈ ഹോൺ മാതിരി ഇരിക്കുന്ന ആ ഒരു സ്ഥലം എന്തായാലും അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തു. കുറച്ചുകൂടെ സ്ഥലം പിടിച്ചെടുക്കുക. അതിന് വേണ്ട സഹായങ്ങൾ ഇന്ത്യ ചെയ്യണം. എന്നിട്ട് ഈ TTP തെഹ്രീക്ക് താലിബാനികളെ വെച്ച് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മേളോട്ടുള്ള സ്ഥലങ്ങൾ മൊത്തം അങ്ങ് പിടിക്കണം. പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. കാരണം ഇപ്പോൾ പാകിസ്ഥാൻ്റെ മിലിറ്ററി തന്നെ അവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. മിലിറ്ററിയിൽ ഡെയിലി എത്ര പേര് മരിക്കുന്നു എന്നുള്ളത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. മിലിറ്ററിയിൽ ആൾക്കാരില്ലാണ്ട് ഉള്ള ആണുങ്ങളൊക്കെ പേടിത്തൊണ്ടന്മാരായിട്ട് വീട്ടിനുള്ളിൽ ഒതുങ്ങിയിരിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പുറത്തിറങ്ങിയാൽ ഈ TTP-കാരന്മാരും ബലൂജികളൊക്കെ തീർക്കും. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ പെണ്ണുങ്ങളെ ഇപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. LET ജയ്ഷ് എന്ന് പറഞ്ഞ സംഘടനകളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ISI. ഇപ്പം വിമൺ ബ്രിഗേഡുകളെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക യൂണിറ്റ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പുതുതായിട്ട് സ്ത്രീകളെ ഹയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇറാൻ ഒരു മാസം സംഭവം ചെയ്തിട്ടുണ്ട്. ഇറാനെതിരെയാണല്ലോ ഇപ്പോൾ പ്രത്യേകിച്ച് അമേരിക്കയുടെ നീക്കങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ചാബഹാർ പോർട്ടിലേക്ക് സാങ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇന്ത്യ ചാബഹാർ പോർട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഇറാൻ്റെ സൈഡിൽ നിന്നും എണ്ണ വാങ്ങിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇറാൻ്റെ സൈഡിൽ നിന്ന് എണ്ണ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ എന്താണ് സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും നാളും ഇറാൻ്റെ മേളിൽ സാങ്ഷൻസ് ഉണ്ട് ഇല്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ നീങ്ങി പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ യുണൈറ്റഡ് നേഷൻസിൽ റഷ്യയും ചൈനയും മാറ്റി നിർത്തിക്കൊണ്ട് UN സ്വമേധയാ യൂറോപ്പിന് വേണ്ടിയിട്ട് ഇറാൻ്റെ മേളിലേക്ക് സാങ്ഷൻസ് ഇമ്പോസ് ചെയ്ത് നിർബന്ധിതമായിട്ട് വീറ്റോ പവർ ഒന്നും മാനിക്കാതെ അവരങ്ങ് ഇമ്പോസ് ചെയ്ത്. അപ്പോൾ അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ ഒരു ബോൾഡായിട്ടുള്ള തീരുമാനം. കഴിഞ്ഞ ആഴ്ച അമേരിക്ക പറഞ്ഞിരുന്നു, ഇറാൻ്റെ ഓയിൽ ടാങ്കർ ഫ്ലീറ്റുകൾ എവിടേക്ക് കടന്നു പോകുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഇവരെ മോണിറ്റർ ചെയ്ത് ഇവരെ സീസ് ചെയ്യണം, അഥവാ കടലിൽ അടിച്ച് താഴ്ത്തണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പുറത്തുവിട്ടിരുന്നത്. പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ ഇറാൻ ചെയ്തിരിക്കുന്നത് ഒരു മാസ് മൂവാണ്. ഇത്രയും നാളും GPS ജാമറൊക്കെ വെച്ചുകൊണ്ടാണ് ഇറാൻ്റെ ഈ ഓയിൽ ടാങ്കർ ഫ്ലീറ്റുകൾ കടലിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇവരേതെങ്കിലും ഒരു സെൻട്രൽ പോർഷനിൽ കൊണ്ടിട്ടിട്ടാണ് ഓയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. അതിന് മീഡിയേറ്ററായിട്ട് വേറെ ഷിപ്പുകൾ വരും. ആ ടാങ്കർ ഷിപ്പുകളിലേക്ക് ഇവർ കടലിൻ്റെ ഒത്ത മധ്യത്തിൽ വെച്ചിട്ട് ഇവർ ഈ ക്രൂഡ് ഓയിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇപ്പം എല്ലാ GPS ഓപ്പൺ ചെയ്ത്, എന്നിട്ട് ഇതാ US നിങ്ങൾ കണ്ടോളൂ, ഞങ്ങൾ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് എണ്ണ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഫുൾ GPS-ൻ്റെ സിഗ്നൽ ഓപ്പൺ ആക്കി വിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മാപ്പ് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ പോകുന്ന റൂട്ടുകൾ, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ വന്ന് ഞങ്ങളുടെ ഷിപ്പിനെ ഒന്ന് തൊട്ട് നോക്കൂ എന്നുള്ള വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. ശരിക്കും അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ അത്ര ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിയില്ലായിരുന്നു. ഇസ്രായേലിൻ്റെ ആ ഒരു കപ്പാസിറ്റി പോലും അമേരിക്കയ്ക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ ആ നാണക്കേട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ അറബ് രാജ്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് ഈജിപ്തിലേക്ക് പോയിട്ട് ഈ പ്രഹസനങ്ങളൊക്കെ നടത്തുന്നത്. ഞാൻ യുദ്ധം നിർത്തുന്നു, സമാധാനപ്രിയനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അവിടെ ഇറാനൊന്നും പങ്കെടുത്തില്ല. ഇറാനൊക്കെ ക്ഷണമുണ്ടായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ നീ ഒരു ഷിപ്പിനെ തൊട്ടാൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൻ്റെ ആ ഒരു കടലിടുക്കിൻ്റെ GPS ജാം ചെയ്യും. അതിലൂടെ ഒരു ഷിപ്പുകളും കടന്നു പോകാൻ അനുവദിക്കില്ല. ഏതാണ്ട് ലോകത്ത് 65% ട്രേഡ് റൂട്ടും ഇതിലെയാണ് നടക്കുന്നത്. അപ്പോൾ അത് ഞാൻ വളരെ ഭംഗിയായിട്ട് തടഞ്ഞു തരാം എന്നും കൂടി ഒരു താക്കീത് ഇറാൻ കൊടുത്തിട്ടുണ്ട്. അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കാം എന്നുള്ളതിലുപരിയായിട്ട് വേറെ ഒന്നും തന്നെ ഇറാനെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ശരിക്കും നാണം കെട്ട് നിൽക്കുകയാണ്. ഇതാണ് മറ്റൊരു വാർത്ത. ഇനി ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിനകത്ത് കൺസേൺ രേഖപ്പെടുത്തുന്നത് സൗത്ത് കൊറിയ നോർത്ത് കൊറിയയുടെ മിസൈലൊക്കെ കണ്ടുകൊണ്ട് പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ ഈ സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും രണ്ട് രാജ്യങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്ത സമയത്ത് ഇവർ രണ്ടുപേർക്കും തമ്മിൽ വലിയ ട്രീറ്റി ഒന്നുമില്ല. സൗത്ത് കൊറിയ എപ്പോഴും ഒരു പേടിയിലാണ്. കാരണം നോർത്ത് കൊറിയ മാസീവായിട്ടുള്ള മാനുഫാക്ചറിങ് ആണ്. ICBM കാറ്റഗറിയിൽപ്പെട്ട 20-30 മിസൈലുകളൊക്കെ അങ്ങ് വെറുതെ വെച്ചങ്ങ് ഒരു വലിയ റാലിയൊക്കെ അങ്ങ് നടത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ സൗത്ത് കൊറിയ പറഞ്ഞിരിക്കുന്നത്, ഒന്നെങ്കിൽ ഞങ്ങളെ ആണവായുധം നിർമ്മിച്ച് ഞങ്ങളൊരു ആണവായുധ രാജ്യമായിട്ട് മാറ്റുക, ഇല്ലാന്നുണ്ടെങ്കിൽ നോർത്ത് കൊറിയയുടെ ആയുധങ്ങളൊക്കെ ന്യൂട്രലൈസ് ചെയ്യുക. സ്പെഷ്യലി ICBM പോലത്തെ മിസൈലുകൾ, അതേപോലെ തന്നെ അവരുടെ ന്യൂക്ലിയർ ബോംബുകളൊക്കെ ന്യൂട്രലൈസ് ചെയ്ത് ഇല്ലാതാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ഞങ്ങളെ ആണവായുധ ശക്തിയുള്ള രാജ്യമായിട്ട് മാറ്റുക, ഇല്ലെങ്കിൽ നോർത്ത് കൊറിയയെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ഇതാണ് ഇപ്പോൾ സൗത്ത് കൊറിയയുടെ റിക്വസ്റ്റ്. അപ്പോൾ ഇതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. ഒരുവിധം നമ്മൾ ഇന്നത്തെ ഡേ ടൈമിലുള്ള ജിയോ പൊളിറ്റിക്സ് എല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ മിഡിൽ ഈസ്റ്റ് വാർത്തകളും പിന്നെ കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.